Okay, today we are going to continue the second part of Money and Credit, Class 10 Economics, that is Modern Forms of Money. പല ഫോമിലുള്ള നാണയങ്ങളെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. We have seen that money is something that can act as a medium of exchange in transactions. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസിനും പേയ്മെൻറ്റ് എപ്പോഴും മണി ടേംസിൽ തന്നെ നടത്തിയിരിക്കണം. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് എ വെറൈറ്റി ഓഫ് ഒബ്ജക്ട്സ് വാസ് യൂസ്ഡ് ആസ് മണി. പല രീതിയിലുള്ള ഒബ്ജക്ട്സും മണിക്ക് തുല്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, since the very early ages, Indians used grains and cattle as money. അപ്പോൾ ഇന്ത്യയിൽ പണ്ട് ധാന്യങ്ങളും കന്നുകാലികളും പൈസയായിട്ടോ മണിയായിട്ടോ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. Thereafter came the use of metallic coins. പിന്നീടാണ് മെറ്റാലിക് കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ പല രീതിയിലുള്ള മെറ്റൽസ്, ഗോൾഡ്, സിൽവർ, കോപ്പർ കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എ ഫേസ് വിച്ച് കണ്ടിന്യൂഡ് വെൽ ഇൻ ടു ദ ലാസ്റ്റ് സെഞ്ച്വറി. അപ്പോൾ അത് ലാസ്റ്റ് സെഞ്ച്വറിയിൽ നല്ല രീതിയിൽ മെറ്റാലിക് കോയിൻസിൻ്റെ സർക്കുലേഷൻ ഉപയോഗത്തിൽ വന്നു. നെക്സ്റ്റ്, കറൻസി. മോഡേൺ ഫോംസ് ഓഫ് മണി ഇൻക്ലൂഡ് കറൻസി. അറ്റ് പ്രസൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കറൻസീസിൽ, മോഡേൺ ഫോംസ് ഓഫ് കറൻസിയിൽ പേപ്പർ നോട്ട്സ് ഉണ്ട്, കോയിൻസ് ഉണ്ട്, പ്ലാസ്റ്റിക് മണിക്കകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ATM കാർഡ്, വിസ കാർഡ്, ഡെബിറ്റ് കാർഡ്, ഓൾ ടൈപ്സ് ഓഫ് മണി ഈസ് ദെയർ. പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഡിജിറ്റൽ മണി ഉണ്ട്, ഗൂഗിൾ പേ, പേടിഎം എല്ലാം നമ്മുടെ മോഡേൺ ഫോംസ് ഓഫ് മണിയാണ്. ചെക്സ്, DDs, these are all used as modern forms of money. Unlike the things that were used as money earlier, modern currency is not made of precious metals such as gold, silver and copper. പണ്ട് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ്, ഗോൾഡ്, സിൽവർ, കോപ്പർ പോലുള്ള മെറ്റൽസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ പ്രഷ്യസ് മെറ്റൽസിൻ്റെ ഫേസ് വാല്യൂ ലോയും ഇൻട്രിൻസിക് വാല്യൂ ഹൈയും ആയിരുന്നപ്പോഴത്തേന് അത് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്നും ഡിസപ്പിയർ ചെയ്ത്. കാരണം ഈ വാല്യുബിൾ ആയിട്ടുള്ള കോയിൻസിന് മാർക്കറ്റിൽ വലിയ വാല്യൂ കിട്ടാത്തത് കൊണ്ട് അതിനെ ഷേപ്പ് മാറ്റിയിട്ട് ആൾക്കാർ പല രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് പ്രസൻറ്റ് ഡേ കറൻസി ഇറക്കുമ്പോഴത്തേന് ചീപ്പായിട്ടുള്ള മെറ്റൽസാണ് ഇറക്കുന്നത്. ആ ചീപ്പായിട്ടുള്ള മെറ്റൽസിന് ഫേസ് വാല്യൂ ഈസ് വെരി ഹൈ. ആ മെറ്റലിൽ അല്ലെങ്കിൽ ആ കറൻസി നോട്ട്സിൽ ലേബിൾ ചെയ്തിരിക്കുന്ന വാല്യൂ ഹൈയും അതിന് ഉപയോഗിച്ചിരിക്കുന്ന പേപ്പേഴ്സ് ആണെങ്കിലും മെറ്റാലിക് കോയിൻസ് ആണെങ്കിലും അതിൻ്റെ വാല്യൂ വെറും ചീപ്പായിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും. അതുകൊണ്ട് അറ്റ് പ്രസൻറ്റിലുള്ള കോയിൻസോ കറൻസീസിലോ എന്തെങ്കിലും ഓൾട്രേഷൻസ് വരുത്തിയാൽ അതിൻ്റെ മൂല്യം മാർക്കറ്റിൽ 0 ആയിരിക്കും. അതുകൊണ്ട് പ്രസൻറ്റ് ഡേ ബാങ്ക്സ് ഇറക്കുന്ന RBI ഇഷ്യൂ ചെയ്യുന്ന നോട്ട്സിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇറക്കുന്ന കോയിൻസിൽ നമുക്ക് ഒരു രീതിയിലുമുള്ള ഓൾട്രേഷൻസ് വരുത്തിയാൽ അതിന് ഒരു മൂല്യവും ഉണ്ടായിരിക്കത്തില്ല. ആൻഡ് അൺലൈക്ക് ഗ്രെയിൻ ആൻഡ് കാറ്റിൽ ദേ ആർ നൈദർ ഓഫ് എവറിഡേ യൂസ്. പണ്ട് ഗ്രെയിൻസും കാറ്റിൽസും മണിയായിട്ട് ഉപയോഗിച്ചിരുന്ന സമയത്ത് അത് മണിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളായിരുന്നു പണ്ട് മണിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് വെച്ച് ഓർണമെൻറ്റ്സ് പണിയാം, സിൽവർ ആണെങ്കിൽ ഓർണമെൻറ്റ്സ് പണിയാം. അപ്പോൾ മണിക്ക് ഉപയോഗിക്കുന്ന മെറ്റൽസ് അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് ആണെങ്കിലും കാറ്റിൽസ് ആണെങ്കിലും അതിനെല്ലാം വേറെ പല ഉപയോഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദ മോഡേൺ കറൻസീസ് വിതൗട്ട് എനി യൂസ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇപ്പോൾ നമ്മുടെ RBI അല്ലെങ്കിൽ ബാങ്ക്സ് ഇറക്കുന്ന പുതിയ കറൻസി നോട്ട്സിനോ കോയിൻസിനോ ട്രാൻസാക്ഷൻ പർപ്പസ് അല്ലാതെ വേറെ ഒരു ഉപയോഗത്തിനും ഇറക്കാൻ പറ്റാത്ത വസ്തുക്കളാണ് നോട്ട്സ് ഇഷ്യൂ ചെയ്യാനും കോയിൻസ് മിൻറ്റ് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്നത്. ദെൻ
വൈ ഈസ് ഇറ്റ് അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്? ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള മെറ്റൽസും പേപ്പേഴ്സും ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്? It is accepted as a medium of exchange because the currency is authorized by the government of the country. നമ്മളിത് സ്വീകരിക്കാൻ കാരണം നമ്മുടെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കറൻസീസ് ആർ ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സോ ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ ലോ. ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന കറൻസി നോട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളത് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ ഇന്ത്യ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂസ് കറൻസി നോട്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. നമ്മുടെ കൺട്രിയിൽ നമുക്ക് വേണ്ടിയിട്ട് നോട്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. ഇതൊരു യൂണിയൻ ലിസ്റ്റിൻ്റെ സബ്ജക്റ്റാണ് issuing of currency. So only the central government has the right to issue the currencies. It is not applicable for the state governments or the union territories. As per Indian law, ഇന്ത്യയിലെ നിയമപ്രകാരം no other individual or organization is allowed to issue currency. ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലാതെ വേറെ ആർക്കും നോട്ട്സോ കറൻസീസോ ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഇല്ല. ദ ലോ ലീഗലൈസസ് ദ യൂസ് ഓഫ് റുപ്പി ആസ് എ മീഡിയം ഓഫ് പേയ്മെൻറ്റ് ദാറ്റ് കനോട്ട് ബി റെഫ്യൂസ്ഡ് ഇൻ സെറ്റിലിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ഇന്ത്യ. ലോ പറയുന്നത് ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിലും അതിനുള്ള പേയ്മെൻറ്റ് ഇന്ത്യൻ കറൻസീസ് വെച്ച് നടത്തിയാൽ അത് റെഫ്യൂസ് ചെയ്യാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. ബിക്കോസ് ദ കറൻസി ഈസ് ബാക്ക്ഡ് ബൈ ലോ. അതിന് നിയമത്തിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ട് ഇന്ത്യക്കകത്തിൽ ഏതെങ്കിലും ടൈപ്പ് ട്രാൻസാക്ഷൻ ഇന്ത്യൻ കറൻസി ടേംസിൽ നടത്തുവാണെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യാനുള്ള അവകാശം ആർക്കും ഇല്ല. No individual in India can legally refuse a payment made in rupees. അതുകൊണ്ട് rupees is accepted throughout India. Hence, the rupee is widely accepted as a medium of exchange. അതുകൊണ്ട് ഇന്ത്യൻ റുപ്പീസ് ത്രൂ ഔട്ട് ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. അടുത്തത് നമ്മുടെ ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്സ്. നമ്മുടെ കയ്യിൽ പൈസ അധികമുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കൊണ്ടുപോയി ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ LICയിലോ ഒക്കെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് സേഫ് ടു ഡെപ്പോസിറ്റ് എക്സസ് മണി വിത്ത് ദ ബാങ്ക്സ്. ഇപ്പോൾ ബാങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഡെപ്പോസിറ്റ്സ് അവൈലബിൾ ആണ്. The other form in which people hold money is as deposits with banks. ഇപ്പോൾ ബാങ്ക്സിൽ വെരി ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ് ഉണ്ട് ആൻഡ് ഓൾസോ ലോങ് ടേം ഡെപ്പോസിറ്റ്സ് ആർ ദെയർ. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് നമ്മൾ എപ്പം വേണേലും പിൻവലിക്കുന്നത് കൊണ്ട് അതിന് കാര്യമായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് കുറച്ചും കൂടെ കാലം നമ്മുടെ ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്, ഉടനെ നമ്മൾ വിഡ്രോ ചെയ്യാത്തത് കൊണ്ട് അതിന് കുറച്ചും കൂടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ നമ്മൾ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പൈസ വീട്ടിൽ വെച്ചിരുന്നാൽ അതിന് സേഫ്റ്റി ഇല്ല, പിന്നെ പൈസ വീട്ടിലിരുന്നാൽ നമുക്കതിന് പ്രത്യേകിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടത്തില്ല. സോ വി ഹാവ് ദ ഓപ്ഷൻ ദാറ്റ് വി ക്യാൻ deposit the money in the bank. Money is also safe and also we can get some rate of interest for the deposits we have made in the bank. At a point of time, people need only some currency for their day-to-day needs. നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് കുറച്ച് പൈസ മതി കയ്യിൽ.
For instance, workers who receive their salaries at the end of each month have extra cash at the beginning of the month. മാസാവസാനം സാലറി കിട്ടുന്ന ആൾക്കാർ വർക്കേഴ്സ് ആണെങ്കിൽ അവരുടെ കയ്യിൽ ബിഗിനിങ് ഓഫ് ദ മന്ത് കുറച്ച് പൈസ എക്സസ് ആയിട്ട് ഉണ്ടായിരിക്കും. വാട്ട് ഡു പീപ്പിൾ ഡു വിത്ത് ദിസ് എക്സ്ട്രാ ക്യാഷ്? അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ക്യാഷ് വെച്ച് അവർക്ക് എന്ത് ചെയ്യാം? They deposit it with the banks by opening a bank account in their name. അപ്പോൾ അവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് അവരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡെപ്പോസിറ്റായിട്ട് പൈസ ബാങ്കിൽ സൂക്ഷിക്കുകയാണ്. ബാങ്ക്സ് accept the deposits and also pay an amount as interest on the deposits. അപ്പം ബാങ്ക്സിൻ്റെ മെയിൻ ഫങ്ഷൻ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഗിവിങ് ലോൺസ് ആണ്. ബാങ്ക്സ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, അതിന് പകരമായിട്ട് സേഫ്റ്റി ഗ്യാരൻറ്റീഡ് ആണ്. പിന്നെ ഷോർട്ട് ടേം ലോങ് ടേം ഡ്യൂറേഷൻ ആണെങ്കിൽ അതനുസരിച്ചുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഡെപ്പോസിറ്റേഴ്സിന് കിട്ടുന്നതായിരിക്കും. In this way, people's money is safe with the banks and it earns an amount as interest. അപ്പം പൈസയും സേഫാണ്, അതിന് ചെറിയ രീതിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അവൈലബിൾ ആണ്. People also have the provision to withdraw the money as and when they require. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ എപ്പം വേണേലും ആ പൈസ നമുക്ക് പിൻവലിക്കാം. Since the deposits in the bank accounts can be withdrawn on demand, these deposits are called demand deposit. നമ്മൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് പൈസ ബാങ്കിൽ സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് എപ്പം വേണേലും ആ പൈസ പിൻവലിക്കാം. അത് നമുക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വഴിയോ ചെക്ക് വഴിയോ DD വഴിയോ ഒക്കെ ആ പൈസ നമുക്ക് പിൻവലിക്കാം. അപ്പോൾ ആ പൈസ ആർക്കും എടുത്ത് ലോൺ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് ബാങ്കിന് ലാഭമൊന്നും കിട്ടുന്നില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഡെപ്പോസിറ്റേഴ്സിനും കാര്യമായിട്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റിന് ലാഭമൊന്നും കിട്ടാറില്ല. Demand deposits offer another interesting facility. It is this facility which lends it the essential characteristics of money, that of a medium of exchange. അപ്പോൾ ഇങ്ങനെ നമുക്ക് എപ്പം വേണേലും എവിടെ വേണേലും പോയി ട്രാൻസാക്ഷൻസ് നടത്താം. നമുക്ക് ഗൂഗിൾ പേ വഴിയാണെങ്കിലും നമ്മുടെ മൈ പേ, പേടിഎം ഇതുപോലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് പൈസ ബാങ്കിൽ കിടക്കുവാണ്, പക്ഷെ നമ്മുടെ മൊബൈൽ വെച്ച് തന്നെ നമുക്ക് ആ ട്രാൻസാക്ഷൻ നടത്താം. നമ്മുടെ കയ്യിൽ ATM കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡ് വെച്ച് നമുക്ക് എവിടെ പോയാലും ട്രാൻസാക്ഷൻ നടത്താം. അപ്പം വിതൗട്ട് ഗോയിങ് ടു ദ ബാങ്ക് വി ആർ ഏബിൾ ടു മേക്ക് ദ പേയ്മെൻറ്റ്സ് അറ്റ് എനി പ്ലേസ് അറ്റ് എനി ടൈം. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ആക്ടിങ് ആസ് എ മണി. സാധാരണ നമ്മുടെ ലിക്വിഡ് ക്യാഷിൻ്റെ അതേ ഫങ്ഷനാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ത്രൂ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഓർ ത്രൂ കാർഡ്സ് വി ആർ ഏബിൾ ടു മേക്ക് ദ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ഉപയോഗിച്ചും പേയ്മെൻറ്റ്സ് നടത്താൻ പറ്റും. You would have heard of payments being made by checks instead of cash. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ലിക്വിഡ് ക്യാഷ് ഇല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ചെക്സ്. For payment through check, the payer who has an account with the bank makes out a check for a specific amount. അപ്പോൾ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ നമുക്കൊരു പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എവിടെയൊക്കെ പേയ്മെൻറ്റ്സ് സെറ്റിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് പറ്റാത്ത സ്ഥലമാണെങ്കിൽ we can also make the payments in the form of a check. Now, what is a check? A check is a paper instructing the bank to pay a specific amount from the person's account to the person in whose name the check has been issued. അപ്പോൾ ചെക്ക് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ആ പേപ്പർ ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് ആർക്കാണ് ഈ അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ചെക്ക് മണി ടേംസിൽ പേയ്മെൻറ്റ് നടത്തുന്നതിന് പകരം ചെക്കായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഒരു ഫോം ഓഫ് മണിയാണ് ചെക്ക്. Thus, we have seen that demand deposits share the essential feature of money,
The facility of checks against demand deposits makes it possible to directly settle payments without the use of cash. അപ്പോൾ ലിക്വിഡ് ക്യാഷ് ഇല്ലാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. നമ്മുടെ ഡെപ്പോസിറ്റ്സ് ഡിമാൻഡ് ഡെപ്പോസിറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ആ ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ക്യാഷ് വെച്ച് നമുക്ക് എല്ലാ രീതിയിലും ട്രാൻസാക്ഷൻസ് വിതൗട്ട് ഗോയിങ് ടു ദ ബാങ്ക് നമുക്ക് നടത്താൻ പറ്റും. Since demand deposits are accepted widely as a means of payment along with currency, they constitute money in the modern economy. അപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമ്മുടെ ലിക്വിഡ് ക്യാഷിൻ്റെ കൂട്ട് തന്നെ എല്ലാ ഫങ്ഷൻസും നടത്തുന്നത് കൊണ്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ മോഡേൺ ഫോം ഓഫ് മണി. മോഡേൺ ഫോം ഓഫ് മണിയുടെ കൂട്ടത്തിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം മണിയുടെ എല്ലാ ഫങ്ഷൻസും ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിനും ഉണ്ട്. You must remember the role that the banks play, but for the banks there would be no demand deposits and no payments by checks against these deposits. The modern forms of money, currency and deposits are closely linked to the working of modern banking system. അതുകൊണ്ട് നമുക്കിപ്പോഴുള്ള മോഡേൺ ഫോംസ് ഓഫ് മണിയിൽ കറൻസീസ് വരുന്നുണ്ട്, കോയിൻസ് വരുന്നുണ്ട്, ചെക്സ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്, പ്ലാസ്റ്റിക് മണി, ഡിജിറ്റൽ മണി, എല്ലാ ഫോംസ് ഓഫ് മണിയും നമ്മുടെ മോഡേൺ ഫോംസ് ഓഫ് മണിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ യു ഷുഡ് subscribe the channel.